നമ്മളുള്ളത് മൂവേല കൊമേഴ്ഷ്യലാണ്. ഇപ്പോൾ റിൻഷ താത്ത പറഞ്ഞു ഇവിടെ നല്ല ഫുഡ് കിട്ടും. പേര് എന്ത് ഫുഡ് അത്? അപ്പോ മൂവേല കൊമേഴ്ഷ്യലുള്ള ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇതാണോ അൽ മഷഫി? വെൽക്കം. പരിചയപ്പെടുത്തി തരാം. ഇത് ലുലുവിൻ്റെ ഇത്ത, ഇത് ലുലു റഫീഖ്, ലുലുവിൻ്റെ ഇത്താൻ്റെ ഹസ്ബൻഡ് അളിയൻ അല്ലേ? നിന്റെ അളിയൻ? നിന്റെ അളിയണ്ടാ അല്ലേ? അളിയല്ലേ? This one mixed vegetable. Okay. Vlog എടുക്കുന്നോണ്ട് നാണം പോലെ ആക്കിയതാ. One chicken liver with onion. No. One fateh with meat and pie. അപ്പോൾ ഇർഫാൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ഒരു കുട്ടി പറയുന്നത് സബ്സ്ക്രൈബിനൊരു സബ്സ്ക്രൈബ് സൈഡിലുള്ള ബെല്ല് ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. എൻ്റെ മുടിയൊന്നും ശരിയില്ലടാ. സ്കൂളിൽ വെള്ളത്തിൽ കുളിച്ചിട്ട് ഫുള്ള് മുടി സെറ്റാണ് നമ്മൾ കൂലി. അപ്പോൾ 4 days നമുക്ക് വീക്കെൻഡ് ഓഫാണ് ഓഫീസ്. ഹോളിഡേയ്സ് ഈ ഹോളിഡേയ്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ പൂൾ ഡേറ്റിന് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. നമ്മളെ പൂൾ ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ മണിക്കൂർ പൂളിന് കളിച്ചു. അപ്പം അതിൻ്റെ ടയർഡ്നെസ് ആണ് എല്ലാവർക്കും ഉള്ളത്. സോ അതൊന്നല്ല, സോറി ഞാനിവിടെ സൈറ്റിലൂടെ ജീവിച്ചു പോട്ട് മക്കളെ. ബിരിയാണി വന്നേക്കില്ലേ? വൺ പീസ് മതിയാ? 1 piece ആണോ 2 piece ആണോ? 2. യൂട്യൂബ് അല്ലേ? എനിക്ക് 500 സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുന്നില്ല. എന്നാണ് അടിക്കണേ ഇർഫാൻ ഖാൻ? ഞാൻ കാണിച്ചാ ഇർഫാൻ ഇതെല്ലാം ശ്രദ്ധിക്കണ്ടേ. ഇർഫാൻ ഖാൻ ഫാമിലി അടിക്കുമ്പോ മറ്റേ ഫാമിലി ആയിരിക്കും. ഇർഫാൻ ഖാൻ ഫാമിലി എന്ന് പറയുമ്പോ ഈ ഫാമിലി അത് വരുന്നില്ലേ? അപ്പൊ അതാണ് നോക്കണ്ടേ. അപ്പൊ ഈ ഇത് ഹിന്ദി നടനാ? ഞങ്ങൾക്കറിയാം അയാളില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാം എടുക്കും. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അപ്പൊ എന്താ പ്രശ്നം അറിയോ? ഞാൻ കാണിച്ചു എന്താ സംഭവിക്കുന്നത്. ഓക്കെ ഇതെല്ലാം ശ്രദ്ധിക്കട്ടെ. എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് ഇവന്റെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പൊ സൈൻ ഇൻ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ? അപ്പൊ സൈൻ ചെയ്യണമെങ്കിൽ ബില്ല് ചൊറയാണ്. ഞാൻ ചെയ്യാം നിനക്ക് വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ഇങ്ങനെ ചെയ്യണമെന്ന് പറയണല്ലേ? വെറുതെ കിട്ടണില്ലേട്ടാ. ഇല്ല, ഞാൻ ഇതുവരെ ഇർഫാന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്റെ വീഡിയോ ഇതിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നാളത്തെ മറ്റേ മീഡിയ വാർത്തയിൽ അതായിരിക്കും. ഇർഫാൻ ഖാനും ലൂലുവും തമ്മിൽ ഇവർ തമ്മിൽ എന്ത് പറ്റി? അവിടെ മറ്റേ മലനാടൻ വാർത്തയിൽ വരുന്നത് കൂട്ടുകാരി പ്രശസ്ത ഇൻഫ്ലുവൻസർ ഇർഫാൻ ഖാന്റെ ഭാര്യയും ലൂലു റഫീഖും തമ്മിൽ എന്തെയോ പ്രശ്നമുണ്ടെന്ന് തുടങ്ങിയാൽ പറയുന്നു. ഞാൻ ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പോയപ്പോഴൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വരും. അല്ല, അത് ഇർഫാൻ ഖാൻ നടന്, നമ്മൾ പാവപ്പെട്ടൊരു അല്ലേ? ഹിന്ദി നടൻ. പ്ലേറ്റ് വന്നു, സ്പൂൺ വന്നു, വേറൊന്നും വന്നില്ല. അത് നല്ലോണം വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് വലിയ അഹങ്കാരം കുറച്ച് ചോദിച്ചു. നാളെ ബിരിയാണി ചൂടാക്കി കുറേ സോസും അത് ഇത് കൊണ്ടാകുന്ന എടുക്ക് സാറേ.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബ്ലോഗറാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഏറ്റവും ഫേമസ് ആയ കെബാബ് കഴിക്കാനാണ്. വളരെ സോഫ്റ്റും സ്മൂത്തുമായ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എടുത്തിട്ടല്ലേ മോനെ ഒന്നെടുത്ത് കാണിച്ചത്. സുബിനോളജി ഇതെല്ലാം കാണുന്നുണ്ടോ? ഇതിപ്പോ ഉണ്ടാക്കിയതാ സെറ്റ്. അത് പൊളിച്ചു, എനിക്ക് ഇഷ്ടായി. എങ്ങനെയുണ്ട്? മാത്രം മതി, ഒരു പറച്ചോറ് ഒറ്റ കറി മതി. വേറെ ലെവലിടാ. അതാരത്? Welcome back to our Attayam series. അപ്പോൾ നമ്മൾ വീട്ടിൽ വരാൻ പോകും. അപ്പോൾ ട്രൈ ചെയ്യാൻ പോക്കാണ്. സൗണ്ട് മൈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറയാനോ ഉണ്ടാക്കാം. ഇതിങ്ങനെ കഴിക്കണം. ലിവറൊന്നും സെറ്റാ. വന്നിട്ടില്ലല്ലേ? അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചായ അല്ലേ? നമ്മള് ബദാം ടീയിലാണ് ഉള്ളത്. ബദാം ടീയില ഷോപ്പിന്റെ പേര് അതാ? ഷോപ്പിന്റെ പേര് ബദാം ടീ. കൊമേഴ്ഷ്യൽ തന്നെയുള്ളത്. അൽക്കൽഹ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് ലൂലു KFC വാങ്ങാൻ നല്ലൊരു ഫുഡായിരുന്നു. ചായ അല്ല, പക്ഷെ ചായ ഒരു വികാരമാണെന്നാണ് പറയുന്നത്. എന്താണ് ചായ കുടിക്കാതെ? ഞാൻ ചായ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെറുപ്പം മുതൽ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ടേസ്റ്റ് അറിയില്ല. വേണ്ട എനിക്ക് ഇഷ്ടമല്ല. ചായക്ക് ടേസ്റ്റ് അറിയില്ല. ടേസ്റ്റ് അറിയാം, പക്ഷെ എന്നാലും ഞാൻ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നിർത്തി. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ്? കാരണമൊന്നുമില്ല, എനിക്കറിയില്ല എന്തോ. കാരണം ബീങ് മല്ലു ചായ ഇഷ്ടമല്ല പറഞ്ഞത് ഭയങ്കര എനിക്കും ചായ ഇഷ്ടമല്ല. നാട്ടിൽ നിന്ന് തന്നെ കുടിപ്പിച്ചു. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ കുടിക്കലേ ഇല്ല. എന്തത്? പക്ഷെ എനിക്കിങ്ങനെ ഒരാളെ പോയിട്ട് എന്തെങ്കിലും അല്ല, ചിലപ്പോ എല്ലാ സമയത്തും എല്ലാ വീട്ടിലും ചായ എപ്പോഴും ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കും. എന്റെ വീട്ടിലുണ്ടാക്കും, അബ്ബ മാത്രം കുടിക്കുള്ളൂ. ചായ കുടിച്ചില്ല. ഒരാൾ മാത്രം കുടിക്കുള്ളൂ. അമ്മി കുടിക്കില്ല. അമ്മ കുടിക്കില്ല. അപ്പൊ ഒരു KFC മേടിച്ചു. ഒരു KFC ഫാൻസാ അല്ലേ? നീ KFC ഫാനാ? നീ KFCന്റെ ഫാനാ? KFC ആണോ ഇഷ്ടം? അപ്പൊ വേറെ ഫുഡൊന്നും ഇഷ്ടമല്ല? നിന്റെ ഗേൾഫ്രണ്ട് പേരെന്നാ? ഗേൾഫ്രണ്ട് ഉണ്ട്? ബോയ്ഫ്രണ്ടിന്റെ പേരെന്നാ? സീക്രട്ട് പറയാൻ പറ്റൂ, പറഞ്ഞാൽ ആൾക്കാരാ. അതിന് ഗേൾഫ്രണ്ട് ഉണ്ട്, എനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ട്. ഇർഫാൻ അറിയാം എന്റെ ബോയ്ഫ്രണ്ട് ആരാ? അല്ല ഇർഫാന. ഇന്ന് മലനാടൻ ന്യൂസിൽ പുതിയ വാർത്ത. ഇർഫാൻ ഖാന്റെ ഭാര്യക്ക് എനിക്ക് പണ്ടൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒന്നൊന്നല്ല, വൈബ് സ്വാപ്പിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗായ്സ്, അപ്പൊ മഞ്ഞച്ചായ ബദാം ടീ ആണത്. അതില് മുകളില് കുങ്കുമപ്പൂവാണ് തോന്നുന്നു. സാഫ്രോൺ.
നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഷോപ്പ് മൂവയിലെ കൊമേഴ്ഷ്യലിലുള്ളതാണ്. ബദാമിന് ഇത് നീ കുടിച്ചാ എനിക്ക് വേണ്ട നീ കടിശേ കുടിക്കല്ലേ? എനിക്ക് വേണ്ട. നീ ഒന്ന് കുടിച്ചു നോക്ക്. കുടിച്ചു നോക്കടാ. ഇത്ര പറയുമ്പോ ചൂട് എനിക്ക് പറ്റില്ല. അന്ന് തണുത്തിട്ട് കുടിക്കാം. നീ ഒന്ന് ഇത് ഫസ്റ്റത്തെ സിപ്പ് എടുക്കുമ്പോ നിനക്ക് കടിക്കാൻ കിട്ടും. ഇത് കടിക്കുമ്പോ ഞാൻ ഇന്നെ തണുത്തിട്ട് കുടിക്കാം. നീ കുറച്ച് നല്ല ചൂടുണ്ടാവും. കുറച്ച് ഊതി കുടിക്കേ. ചായ എനിക്ക് ഇഷ്ടം. ബദാമുണ്ട്. ബദാമേ ഉള്ളൂ. ഫുള്ള് ബദാമാ. നീ ഒന്ന് കുറച്ച് കുടിച്ചു. ബദാം മിൽക്ക് ഉണ്ട് അവിടെ. ബദാം മിൽക്ക് എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, ചൂടുണ്ട്. കടിശേക്ക് ചൂടോടെ കുടിക്കുന്ന അങ്ങനെ തന്നെ. ഇത് കോൾഡ് കേട്ടാ. ഇത് കോൾഡ് ഉണ്ടോടാ? നോട്ടെ എടാ നിന്റെ കളിയില്ലേ ഉണ്ട്, എല്ലാണ്ട്. നോടാ. അതാ അപ്പം മൂപ്പർക്ക് ഇഷ്ടായി. അല്ല, കോൾഡ് കഴിക്കട്ടെ. ഓ ഇത് സെറ്റ് ആയിരിക്കും. വിളിക്കും നമ്മള് ബദാം മിൽക്ക് ഫസ്റ്റ് ഇത്താത്ത ട്രൈ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ലടാ നൈസ്. ഇന്നും അവിടെ കൊടുക്കടി. ഇതാണ് കടി ഷേക്ക്. പൊളി. കടിക്കാണ്ട്. കണ്ണൂർ പോയിട്ട് ഞാനൊരു കടി ഷേക്ക് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫാനായി. അപ്പെല്ലാം കടിച്ചേ കുടിച്ചു. അപ്പെല്ലാം നമുക്ക് തൊണ്ടവേന കിട്ടില്ല. നമുക്ക് പേടിയാ. പക്ഷെ തൊണ്ടവേന വരും. പക്ഷെ ഞാൻ എപ്പോഴും കഴിക്കും, എല്ലാ ദിവസവും. കണ്ണൂർ പോയാൽ മെയിൻ എൻ്റെ ഫുഡ് കടി ഷേക്കാ. തുറന്നല്ലോ. ഇവിടെ ക്ലിക്കായി മോളെ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തുന്നു. കുട്ടീനെ KFC മേടിച്ചു കൊടുത്ത് ബാഗ് പിടിപ്പിച്ചു.